ഹലോ, പറയൂ നരേഷ്. നിനക്ക് സുഖമല്ലേ? ആ എനിക്ക് സുഖമായിട്ടാ. ചേട്ടാ ബിസിയാണോ? സംസാരിക്കാവോ? അതൊന്നും കുഴപ്പമില്ലടാ, പറയേ. ചേട്ടാ, ഉം. കൊച്ചിയിലെ MNC കമ്പനിയിൽ എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട്. ഓഹോ, അതുകൊണ്ട് ഞാൻ കൊച്ചിയിലോട്ട് പുറപ്പെട്ട് വരികയാണ്. അത് കൊള്ളാലോ. ശരി ശരി, നാളെ നിന്നെ പിക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് വരാം. ചേട്ടാ അതൊന്നും വേണ്ടതേ. നമ്മുടെ വീട്ടിലെ ലൊക്കേഷൻ മാത്രം അയച്ചാൽ മതി. ഞാൻ രാവിലെ നേരിട്ട് വന്നേക്കാം. അങ്ങനെയാണോ? ശരി. ഇപ്പൊ നീ എവിടെയാ ഉള്ളത്? ചേട്ടാ ഞാനിപ്പോ നമ്മുടെ വീട്ടിലാ ഉള്ളത്. ഞാൻ 10 മണിക്ക് ബസ്സിനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സൊക്കെ എടുത്തിട്ട് 10 മണിക്ക് ബസ് കയറിയാലേ രാവിലെ 6 മണിയാകുമ്പോഴത്തേക്കും കൊച്ചി എത്തും. ഞാൻ വന്നിറങ്ങിയിട്ട് ചേട്ടനെ വിളിക്കാം. എന്താ ഓക്കെ അല്ലേ ചേട്ടാ? അങ്ങനെയാണോ? ശരി, സൂക്ഷിച്ചു വാ. ഞാൻ നിന്റെ ഫോണിലേക്ക് ലൊക്കേഷൻ ഷെയർ ചെയ്യാം. കേട്ടല്ലോ. ബൈ. ആ ശരി ചേട്ടാ, ബൈ. ആരേട്ടാ? ആരെ വിളിച്ചത്? എൻ്റെ അനിയനാ വിളിച്ചത്. അവൻ നാളെ രാവിലെ ഇവിടെ വരുന്നുണ്ടെന്ന്. അതെയോ? എന്തിനാ പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നേ? എൻ്റെ അനിയന് ഇവിടെ ഒരു MNC കമ്പനിയിൽ ജോലി കിട്ടിയെന്ന്. അതിനു വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങോട്ട് വരുന്നത്. അതെയോ? അപ്പൊ പിന്നെ ഇനി ഇവിടെയാ താമസിക്കുക? അറിയില്ല, അവൻ വന്നതിന് ശേഷം ഞാൻ ചോദിക്കാം. ശരിയേട്ടാ. ദാ ഈ പാല് കുടിക്ക്. ഹായ് ഏട്ടത്തി, സുഖാണോ? ആ എനിക്ക് സുഖ. നിനക്ക് സുഖാണോ? ആ എനിക്ക് സുഖാണ്. ശരി, കേറി വാ. ആ ശരി, നീ അകത്ത് നിന്നിരിക്ക്. ഞാൻ ചായ ഇട്ടെടുത്തോണ്ട് ആ വരാം. ശരി ഏട്ടത്തി. എൻ്റെ അമ്മ. ദാ ചായ കുടിക്ക്. ആ തരൂ ഏട്ടത്തി. ഏട്ടത്തി, ചേട്ടൻ എവിടെയാ? നിന്റെ ഏട്ടൻ മുറിക്കകത്ത് കിടന്ന് ഉറങ്ങാണ്. കുറച്ച് കഴിയുമ്പോ ഇങ്ങ് വന്നോളൂ. അങ്ങനെയാണോ? ശരി ശരി. ഏട്ടത്തി, ചായക്ക് നല്ല രുചിയുണ്ട്. ആണോ? താങ്ക്സ് നരേഷ്. എന്താടാ ഇപ്പോഴാണ് എത്തിയത്? ഇരിക്കിരിക്കേ. ഏട്ടാ, ഞാൻ ചായ ഇട്ടെടുത്തോണ്ട് വരട്ടെ? ആ എടുത്തുണ്ടോ? എന്താടാ നല്ലൊരു കമ്പനി ജോലി കിട്ടിയെന്ന് തോന്നല്ലോ. ആ അതെ ചേട്ടാ, ഒരുപാട് ദിവസം വെയിറ്റ് ചെയ്തേ ഓൺലൈനിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഈ ജോലി കിട്ടിയത്. അങ്ങനെയാണോ? ശരി, അപ്പൊ ഇനി മുതൽ നീ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ.
ആ അതെ ഏട്ടാ. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ താങ്ങിക്കോ. അതല്ല ഏട്ടാ, ഞാനിവിടെ താമസിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ? ഡാ, നീ എൻ്റെ അനിയനാണ്. നീ ഇവിടെ താമസിക്കുന്നുണ്ട് എനിക്കെന്താ ബുദ്ധിമുട്ട്? അത് മാത്രമല്ല, ഇവിടെ ഞാനും നിന്റെ ചേട്ടത്തി മാത്രമേ ഉള്ളൂ. നീ ഇവിടെ തങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതൊരു സഹായമാകും. കേട്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ ഏട്ടാ. ഏട്ടാ ഇതാ ചായ. ആ. നിങ്ങൾ ചായ കുടിച്ചിട്ട് റെഡി ആയിക്കോ, ഞാൻ ടിഫിൻ റെഡിയാക്കാം. ആ ശരി. ഉം. ശരി, പിന്നെ എന്തൊക്കെയുണ്ട്? നാട്ടിൽ എന്തൊക്കെയാ വിശേഷം? എന്ത് പറയാനേട്ടാ, പ്രത്യേകിച്ച് ഒന്നുമില്ല. നിനക്ക് എന്തായാലും നല്ലൊരു ജോലി കിട്ടി. എനിക്ക് പാർട്ടി തരില്ല അല്ലേ? ചേട്ടാ, ഫസ്റ്റ് മന്ത് സാലറി തരട്ടെ, ട്രീറ്റ് വെച്ചേക്കാം. ശരിടാ, ഓക്കെ. ഇന്ന് മുതൽ ഈ റൂം നിന്റേതാണ്. ഈ റൂമിന് നല്ല വലിപ്പവും നല്ല രസമുണ്ട്. ഉം, അതിരിക്കട്ടെ, ഈ വീടിന്റെ ഭയങ്കര വലുതാണല്ലോ. അപ്പോ ഈ വീടിന് വാടകയും കൂടുതലായിരിക്കുമല്ലോ. എങ്ങനെയാ കൈകാര്യം ചെയ്യുന്നത്? അതെ, കുറച്ച് വലിയ വീടാണെങ്കിൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഞാനൊരു സത്യം പറയട്ടെ, ഈ വീട് വേറെ ആരുടെ അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാ. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ ഫോറിനിൽ സെറ്റിലായി. അതുകൊണ്ടാ കുറഞ്ഞ വാടകയ്ക്ക് എനിക്ക് അവനിത് തന്നത്. ആണോ? അങ്ങനെയാണെങ്കിൽ ഈ വീടിന്റെ വാടക എത്രയാ? വാടക കുറവാടാ, വെറും 25,000 രൂപയുള്ളൂ. എന്താ ഈ പറയുന്നേ? 25,000 രൂപയോ? എനിക്കായതുകൊണ്ട് അവൻ 25,000 രൂപയ്ക്ക് തന്നത്. ഇത് പുറത്തുള്ള ആൾക്കാർ കൊടുത്തിരുന്നെങ്കിൽ ഈ വീടിന് 50,000 രൂപയെങ്കിലും വാടകയാവും. ഓ, അങ്ങനെയാണോ? അതേടാ. ശരി, നീ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് വാ. ഉം? ആ മതി അടുത്തി. ആ ശരി. മതി. ആ മതി ആ അടുത്തി. ആ. മുളക് ചട്നി വെക്കട്ടെ? ഓ, കുറച്ച് വെക്ക്. ആ മതി മതി മതി. ഏട്ടനോ? വേണ്ട വേണ്ട, മതി. എടുത്തി, ടിഫിൻ നല്ല രുചിയുണ്ട്. താങ്ക്സ് ഡാ, നന്നായി കഴിക്ക്. പ്രീതി, ആ എന്താ ഏട്ടാ? അവൻ നാട്ടിൽ നിന്ന് വന്നല്ലേ? ഉം. ഞാൻ ഉച്ചക്കത്തേക്ക് മട്ടൻ വാങ്ങിച്ചോണ്ടിരാം. ആ ശരി ഏട്ടാ. ചേട്ടാ, ആ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ? ശരി, വാ പോ. ഉം. എടാ, നമ്മൾ രണ്ടോട് പുറത്തു പോയിട്ട് ഒരുപാട് നാളായല്ലേ? അതെ ഏട്ടാ, കഴിഞ്ഞ കൊല്ലം ഉത്സവത്തിന് രണ്ടുപേരും വന്നതല്ലേ. പിന്നെ നിങ്ങളെ ഞാൻ ഇപ്പോഴാ കാണുന്നത്. അതൊക്കെ പോട്ടെ, നാട്ടിലൊക്കെ മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടോ? എന്തു പറയാനാ, നാട്ടിലൊരു പൊട്ട് മഴയില്ല. അയ്യോ, അങ്ങനെയാണോ? ഉം. ഉം.